ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു 3-4 ദിവസം കൊണ്ട് എനിക്ക് നേരെ വീഡിയോ ഇടാൻ പറ്റുന്നില്ല, കാരണം ഒരു വർക്കിൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തിരുവനന്തപുരം വള്ളക്കടവ് എന്നൊരു സൈറ്റിലാണ്. നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് രണ്ടാമത്തെ നിലയിൽ ഒരു 2 ബെഡ്റൂം, ഒരു ഹാള്, ഒരു കിച്ചൺ, ഒരു ബാൽക്കണി, ഒരു ബാത്റൂം, ഇത്രയും കെട്ടാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഈ വർക്ക് എനിക്ക് തന്നിട്ടുള്ളത്, ഇതിൻ്റെ ക്ലയൻറ്റ് ഗൾഫിലാണ്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ വീഡിയോ കണ്ട്, യൂട്യൂബിൽ കൂടി എൻ്റെ വീഡിയോ കണ്ട് തൃപ്തിയായി എന്നെ വർക്ക് ഏൽപ്പിച്ചാൽ ഞാൻ ഭംഗിയായി ചെയ്ത് കൊടുക്കും എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് എനിക്ക് ഈ വർക്ക് ഏൽപ്പിച്ചത്. കാരണം അവർക്ക് 100% വിശ്വാസം. നമുക്ക് ഒരു സൈറ്റിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്ലയൻറ്റിന് ഒരു വിശ്വാസം വേണം. അവരുടെ കയ്യിൽ വർക്ക് കൊടുത്താൽ അവർ ഭംഗിയായിട്ട് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം വേണം. അപ്പോൾ ഇതെനിക്ക് ഫുൾ മെറ്റീരിയൽ ഉൾപ്പെടെയാണ് ഞാൻ കരാർ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ മേളിൽ പഴയ പാരപ്പറ്റൊക്കെ ഇടിച്ച് കളഞ്ഞു. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രണ്ടാമത്തെ നില കെട്ടാൻ ഉദ്ദേശം നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾ പാരപ്പറ്റ് കെട്ടുമ്പോൾ 10 സെൻറ്റിമീറ്റർ അകത്താക്കി നമ്മളെ താഴത്തെ ഭിത്തി എങ്ങനെയാണോ വരുന്നത് ആ ഒരു ചുമര് കണക്കാക്കി വേണം നമ്മൾ പാരപ്പറ്റ് കെട്ടാൻ. അത് മാക്സിമം 6 ഇഞ്ചിൻ്റെ കല്ല് വെച്ച് കെട്ടുന്നതായിരിക്കും നല്ലത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ടാമത് പാരപ്പറ്റ് ഇടിച്ച് പൊളിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഒരുപാട് ലാഭം നമുക്കുണ്ടാക്കാം. അത് ലേബറിലാണെങ്കിൽ, ഇപ്പം ലേബർ കരാറിലാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ വർക്ക് എടുക്കുന്ന കോൺട്രാക്ട് ആ രീതിയിലായിരിക്കും. രണ്ടാമത് കട്ടള ജനൽ സെലക്ട് ചെയ്യുന്നത് മസ്റ്റായിട്ടും നമ്മൾ നല്ല സാധനം തന്നെ സെലക്ട് ചെയ്യണം. ഞാൻ ഇവിടെ വന്ന് നമുക്കറിയാവുന്നുള്ളൊരു കടയാണ്. അപ്പം നമ്മളെ പറ്റിക്കില്ല എന്ന് നമുക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ കട്ടളയും വാതിലും ജനലും എല്ലാ കാര്യങ്ങളെല്ലാം ഇവിടെ നിന്നാണ്, ഈ കടയിൽ നിന്നാണ് എടുക്കുന്നത്. കാരണം നമുക്ക് 100% ഉറപ്പാണ് നമ്മളെ പറ്റിക്കില്ല. കാരണം നമുക്ക് ക്ലയൻറ്റ് വിശ്വസിച്ച് ഒരു വർക്ക് തരുമ്പോൾ നമ്മൾ ലാഭം നോക്കി മാത്രം വർക്ക് ഒരിക്കലും ചെയ്യരുത്. നമ്മൾ ചെയ്തു കൊടുക്കുന്ന വർക്ക് അത് അവർക്ക് തൃപ്തിയാവുമ്പോഴേ അവർ അടുത്ത ആളെടുത്ത് റെക്കമെൻഡ് ചെയ്യും. കാരണം നമുക്ക് വർക്കുകൾ കിട്ടുന്നത് എങ്ങനെയാണ്? കാരണം എൻ്റെ വീട്ടിൽ ചെയ്ത ആൾക്കാർ നല്ല പണിക്കാരാണ്, നല്ല ആത്മാർത്ഥയാണ്, അവർ നല്ല മെറ്റീരിയൽ ഉൾപ്പെടെയാണ് പണി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ റെക്കമെൻഡ് ചെയ്യാൻ വേണം നമുക്ക് അടുത്ത വർക്കുകൾ കിട്ടുന്നത്. പിന്നെ ഈ പുള്ളിക്കാരൻ ഗൾഫിലാണെങ്കിലും ഗൾഫുകാരൻ്റെ ആ ഒരു ഇതല്ല, സാധാരണ ഒരാളാണ്. കാരണം ഗൾഫ് എന്ന് വെച്ചാൽ എല്ലാവരും പറയും ഗൾഫുകാരായതുകൊണ്ട് റേറ്റ് കുറച്ച് കൂട്ടി പറയാം എന്നുള്ള ആ ഒരു കണക്കൂട്ടൽ കാണും. ഞാൻ മാന്യമായിട്ടുള്ള റേറ്റ് പറഞ്ഞു, പുള്ളിക്കാരൻ അത് ഓക്കെ ആയി. എനിക്ക് വർക്ക് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഒരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്, അജി നല്ല രീതിയിൽ ചെയ്തു തരണം. ഇപ്പം നിങ്ങൾ പല സോഷ്യൽ മീഡിയയിലും കണ്ടിട്ടുണ്ട്, 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 600 സ്ക്വയർ ഫീറ്റ് 10 ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരും, 8 ലക്ഷം രൂപയ്ക്ക് ചെയ്തു തരും എന്നൊക്കെ പല വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും അത് തീരില്ല. ആ ഒരു റേറ്റിൽ തീരത്തില്ല. അത് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഞാൻ പറയുകയാണ്. കാരണം നമ്മൾ 8 ലക്ഷം 9 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അതിൻ്റെ മെറ്റീരിയലിൻ്റെ വില റേറ്റ് കൂട്ടിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അവരെന്ത് മെറ്റീരിയൽ ഉൾപ്പെടെ വെച്ചാണ് നമുക്ക് വർക്ക് ചെയ്തു തരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും നല്ല രീതിയിൽ മെറ്റീരിയൽ ഉൾപ്പെടെ നല്ല മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഫസ്റ്റത്തെ കെട്ട് തിരിക്കുമ്പോൾ ചെയ്യേണ്ട പ്രത്യേക ശ്രദ്ധയ്ക്ക്, നമ്മൾ അടിയിലത്തെ ഭിത്തി എങ്ങനെയാണോ വരുന്നത് ആ ഭിത്തിയുടെ അളവെടുത്ത് വേണം നമ്മൾ മുകളിൽ നമ്മൾ അടുത്ത ലോഡ് കയറ്റാൻ. കാരണം നമ്മളെ ഈ വീടിൻ്റെ കംപ്ലീറ്റ് ലോഡും വരുന്നത് ആ ഭിത്തിയിലായിരിക്കണം. ഇപ്പം നമ്മൾ അത് കണക്കാക്കി, ഇന്നിവിടെ ഫസ്റ്റ് ദിവസം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഒരു മേസ്ത്രി 2 ഹെൽപ്പർ, ഇന്ന് ടോട്ടൽ 3 ഹെൽപ്പറെ നിർത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് ഈ കല്ല് കംപ്ലീറ്റും താഴെയായിരിക്കുന്നത്. അപ്പോൾ എനിക്കിവിടെ ഒരുപാട് ലേബർ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ വന്ന ഉടനെ കട്ടള. അപ്പോൾ നമ്മൾ കട്ടള എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആഞ്ഞിലിൻ്റെ കട്ടള, അങ്ങനെ പല സൈസ് കട്ടളയും കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ അത് എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഈ അറിഞ്ഞൂടാത്ത ആൾക്കാരാണ് പോയി എടുക്കുന്നതെങ്കിൽ ഒരു കാർപ്പൻറ്ററേയും കൊണ്ട് പോയിട്ട് വേണം എടുക്കാൻ. അല്ല, ഒരു കോൺട്രാക്റ്റാണ് വർക്ക് കൊടുക്കുക, ഈ കോൺട്രാക്റ്റിന് ഈ കട്ടളയെക്കുറിച്ചൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ അറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് അവരെ ഏൽപ്പിക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന ആഞ്ഞിലിൻ്റെ കട്ടളയല്ല എടുത്തിരിക്കുന്ന, ഇത് തേമ്പാവ് എന്ന് പറയും, തേമ്പാവിൻ്റെ കട്ടളയാണ് എടുത്തിരിക്കുന്ന. നല്ല കട്ടളയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പുളവോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം അവിടെ പോയി നമ്മൾ ഓരോ കട്ടള എടുക്കുമ്പോഴും അത് നോക്കും, അത് കണപ്പ് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കട്ടള എടുക്കാൻ. പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ രണ്ടാമത്തെ നില ഫ്ലോർ നമ്മൾ കട്ടള വെക്കുമ്പോൾ മേളത്തെ കോൺക്രീറ്റ് സ്ലോപ്പ് ആയിരിക്കും. അതായത് ഈ താഴത്തെ ഫ്ലോർ ചെയ്യാൻ നേരത്ത് തട്ട് കോൺക്രീറ്റ് സ്ലോപ്പ് ചെയ്തായിരിക്കും അവർ ചാന്തൊക്കെ ഇട്ടിരിക്കുന്നത്.
അപ്പോൾ എവിടെയാണോ ഏറ്റവും കൂടുതൽ ഹൈറ്റ് കൂടുതലുള്ള സ്ഥലം, ആ സ്ഥലത്തെ ഹൈറ്റ് വേണം നമ്മൾ ഈ കട്ടളയ്ക്ക് എടുക്കാൻ. കാരണം ചില ആൾക്കാർ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ അവിടെ ചിലപ്പോൾ താഴ്ന്നായിരിക്കും ഇരിക്കുന്നത്, അപ്പോൾ അവിടെ കട്ടള വയ്ക്കും. അവിടെ ഡോറ് വെച്ചിട്ട് കട്ടളയെല്ലാം വെച്ച് നമ്മൾ വാട്ടർ ലെവൽ എടുത്ത് വരുമ്പോൾ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലത്ത് ഒരു കട്ടള വരുമ്പോൾ നമുക്ക് കട്ടള ലാസ്റ്റ് കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എവിടെയാണോ ഹൈറ്റ് കൂടുതൽ ആ ഒരു സ്ഥലത്തെ കട്ടള വെച്ച് അവിടുത്തെ വാട്ടർ ലെവൽ നമ്മൾ ബാക്കിയുള്ള എല്ലാ കട്ടളയിലും എടുക്കണം. കാരണം നമ്മൾ രണ്ടാമത്തെ ഫ്ലോർ കെട്ടുമ്പോൾ അതിൽ ഫ്രണ്ട് വാതിൽ അങ്ങനത്തെ ഒരു ചടങ്ങില്ല. നമ്മളെ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് കട്ടള വയ്ക്കാം. എല്ലാം എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വാതിൽ തന്നെ ഫസ്റ്റ് വെക്കണം എന്നാണ് ചില ആൾക്കാരുടെ ചിന്തയെങ്കിൽ നമ്മൾ എവിടെയാണോ പൊങ്ങി നിൽക്കുന്ന അവിടുത്തെ വാട്ടർ ലെവൽ എടുത്തിട്ട് വേണം നമ്മൾ കട്ടള വയ്ക്കാൻ. അങ്ങനെ കട്ടള വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ലെവലായിരിക്കും, എല്ലാം ഒരേ ലെവലിന് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ 6 ഇഞ്ചിൻ്റെ ബ്രിക്കാണ്, അതായത് സോളിഡ് കല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല കല്ലാണ്. കല്ലിനും കാര്യങ്ങളൊക്കെ ഇപ്പോൾ റേറ്റ് കുറച്ച് മാറ്റമുണ്ട്, പഴയ റേറ്റല്ല. അതുകൊണ്ട് ഇനി അടുത്ത വർക്ക് എടുക്കുന്നവർ കല്ലിൻ്റെ റേറ്റ് കൂട്ടുമ്പോൾ ജസ്റ്റ് കടകളിൽ ഷോപ്പിൽ വിളിച്ച് തിരക്കിയിട്ട് വേണം കൂട്ടാൻ. കാരണം ഇപ്പോൾ കഴിഞ്ഞ ഓണത്തെക്കാളും ഏകദേശം ഒരു കല്ലിന് 8 രൂപ മാറ്റമുണ്ട്. അപ്പം ഇത് ഫുൾ വാട്ടർ പ്രൂഫിംഗ് ആണ്, കെമിക്കലും കാര്യങ്ങളൊക്കെ ചേർന്നതാണ് ഈ കല്ലിൽ. അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് ഈ കല്ല് തന്നെ എടുത്തത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ഉണക്കമുണ്ട്. അതുകൊണ്ട് നമുക്ക് തെറ്റില്ലാത്ത രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ പല ആൾക്കാരും പറയുന്നുണ്ട് അത് ഒരു മേസ്തിരിയാണോ നിന്ന് ചെയ്യുന്നത്. അല്ല, എൻ്റെ അടുത്ത ദിവസം എൻ്റെ ആ വീഡിയോയിൽ നിങ്ങൾക്ക് വേറെ മേസ്തിരിമാരെ പണി ചെയ്യുന്നത് കാണാൻ പറ്റും. കാരണം ഇന്നിവിടെ ഫസ്റ്റ് ദിവസം നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഒരാൾ ആവശ്യമേ ഉള്ളൂ. എനിക്ക് എത്രത്തോളം കല്ല് കെട്ടാൻ പറ്റുമോ അത്രത്തോളം കല്ല് കെട്ടിയാൽ എനിക്ക് നല്ലത്. കാരണം നമ്മളൊരു കരാറ് വർക്ക് എടുക്കുമ്പോൾ നമ്മുടെ ലാഭം എന്ന് പറയുന്നത് ഈ സാധാരണക്കാല ആളുടെ കൊങ്ങയ്ക്ക് പിടിച്ച് വാങ്ങിക്കുന്ന കാശല്ല. ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപയുടെ വർക്കാണെങ്കിൽ നമ്മളിപ്പോൾ ചില ആൾക്കാർ 12-13 ലക്ഷം രൂപ പറയും. അപ്പോൾ ഈ സാധാരണക്കാർക്ക് അവർക്ക് അറിയില്ല, വേറെ ആൾക്കാർ ചിലപ്പോൾ 15 ലക്ഷം രൂപ ആയിരിക്കും പറയും. അപ്പോൾ വർക്ക് അവർക്ക് കൊടുക്കും. പക്ഷെ ഞങ്ങൾ വർക്ക് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ചെയ്ത് നമുക്ക് നഷ്ടം വരാത്ത രീതിയിലുള്ള ഒരു വർക്കായിരിക്കും നമ്മൾ എടുക്കുന്നത്. പക്ഷെ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഫുൾ കാൽക്കുലേഷൻ ചെയ്തിട്ടുള്ള ആ ഒരു രീതിയിലുള്ള വർക്കാണ്. കാരണം എൻ്റെ ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് അത്രയ്ക്കും റിസ്ക് പിടിച്ച വർക്കാണ്. കാരണം നമുക്ക് ലേബറും കാര്യങ്ങളും ഒരുപാട് വരുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ക്ലയൻറ്റിന് കംപ്ലീറ്റ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നുണ്ട്. നമുക്കൊരു കയറ് മേടിക്കുന്നെങ്കിൽ പോലും നമ്മൾ കംപ്ലീറ്റ് ഉത്തരവാദിത്തം, ഇതിന് മെയിനായിട്ട് ആവശ്യം ഉത്തരവാദിത്തമാണ്. പിന്നെ അത്യാവശ്യം ഞാൻ നല്ല രീതിയിലൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മേസ്ത്രിയെ കൊണ്ട് എത്രത്തോളം നമുക്ക് കല്ല് കെട്ടാൻ പറ്റും. അതായത് ഇവിടെ 3 പർഗോളയൊക്കെ ഫ്രണ്ട് ബാൽക്കണിയിൽ 3 പർഗോള കൊടുത്തിട്ടുണ്ട്. അതായത് അവിടെ വിൻഡോ ഒന്നും കൊടുക്കുന്നില്ല, 3 പർഗോള മാത്രം. എന്നിട്ട് ബാക്കി കെട്ട് കംപ്ലീറ്റും തിരിച്ച് മാക്സിമം ഉള്ള എല്ലാ ഡോറും, ഇനി ഒരു ഡോറ് മാത്രമേ വയ്ക്കാവുള്ളൂ. ബാക്കി കംപ്ലീറ്റും ഡോറും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഇത്രയും വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മേസ്ത്രി ഒരു ദിവസം നിന്ന് ഇത്രയും വർക്ക് ചെയ്തിട്ടുണ്ട്. അത്രയും ഹാർഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അത് എൻ്റെ കഴിവ് മാത്രമല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന ഹെൽപ്പർ, എന്നെ സഹായിക്കാൻ നിൽക്കുന്ന ഹെൽപ്പറും കൂടി ആ ഒരു രീതിയിൽ എൻ്റെ കൂടെ നിന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും വർക്ക് ഇവിടെ ചെയ്യാൻ സാധിച്ചത്. ഇപ്പോൾ ഏകദേശം നമ്മൾ 4 കട്ടള വെച്ചിട്ടുണ്ട്. ഏകദേശം നമ്മൾ കെട്ടുകളെല്ലാം മൂലയെല്ലാം തിരിച്ച് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കെട്ട് കാണുമ്പോൾ അറിയാം, നമ്മൾ എങ്ങനെയെങ്കിലും ആ കാട്ടിക്കൂട്ടിയല്ല ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ, നല്ല ക്വാളിറ്റിയിലും നല്ല വൃത്തിക്കുമാണ് ഞങ്ങളിവിടെ കെട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കെട്ടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വർക്ക് കണ്ട് വീട്ടുകാരന് തൃപ്തിയാവണം, അവർക്കൊരു ഹാപ്പി ആവണം. ഇവന് വർക്ക് കൊടുത്തത് എനിക്ക് നഷ്ടമല്ല എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരണം. ആ ഒരു രീതിയിൽ നമ്മൾ ആത്മാർത്ഥയോടെയാണ് ഞങ്ങൾ ഏതൊരു സൈറ്റിലും ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് വീട് വയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്കൊരു മെസ്സേജോ അല്ലെങ്കിൽ എന്തുവാണെങ്കിലും എൻ്റെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ അതിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വീട് പണിയുമായി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, വലിയ പണ്ഡിതനല്ലെങ്കിൽ പോലും എനിക്കറിയാവുന്ന കാര്യം തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും. ഒരുപാട് ആൾക്കാർ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ കമൻറ്റ് കണ്ട ഉടനെ ഞാൻ അവർക്ക് റിപ്ലൈയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്തേക്കും.